സ്വർണ്ണ കവർച്ച കേസിന് പിന്നാലെ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ദുരൂഹ മരണം വീണ്ടും ചർച്ചയാവുകയാണ്. ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുനെയും കേസിൽ അറസ്റ്റ് ചെയ്തതോടെ മരണം കൊലപാതകമാണെന്ന് ആവർത്തിക്കുകയാണ് കുടുംബം. കലാഭവൻ സോബി നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ സോബി, ഇപ്പോൾ അർജുന്റെ അറസ്റ്റോടുകൂടി വീണ്ടും ഈ വിഷയം ചർച്ചയാവുകയാണ്. സ്വർണ്ണക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ട് ബാലഭാസ്കറിന്റെ മരണത്തിലെന്ന ആരോപണവുമായി കുടുംബം വീണ്ടും രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അതിന് മുന്നോടിയായിട്ട് റിപ്പോർട്ടർ ന്യൂസ് പറഞ്ഞ ആളൊരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ അവിടെ കിടന്നതിന് തെളിവില്ല എന്നൊക്കെ CBI മൊഴി കൊടുത്തു, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് മൊഴി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. അവർ ആ കാര്യങ്ങളൊക്കെ കോടതി കൊടുത്തതിൽ ഞാൻ രാത്രി, അതായത് 2018 സെപ്റ്റംബർ 24 രാത്രി 11:45 തൊട്ട് 25 വെളുപ്പിന് 4:30 വരെ ആ ടവർ ലൊക്കേഷനിൽ അവിടെ ഉണ്ടായിരുന്നു അവർ തെളിവുണ്ട് അവരില്ല. പിന്നെ പമ്പിൽ ഞാൻ കയറി വന്ന് കിടക്കണതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് പത്രക്കാരെ അവർ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും, അതിനെല്ലാം അവർക്ക് തെളിവുണ്ട്. പക്ഷെ എനിക്ക് എന്താണ് ഇവർക്ക് തെളിവായിട്ട് കൊടുക്കാൻ സാധിക്കുക? നമുക്ക് മൊഴി പറയാനല്ലേ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ സത്യമാണ്. ഇത് അപകടമരണമല്ല, കൊലപാതകമാണെന്ന് പറഞ്ഞ ആദ്യമായിട്ട് രംഗത്ത് വന്ന ആള് ഞാനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഉണ്ണിച്ചേട്ടൻ ആദ്യം സംശയം പറഞ്ഞിരുന്നത്. പക്ഷെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞ പിന്നെയാണ് എല്ലാവരും ശക്തമായിട്ട് ഇതിന്റെ പുറകെ വന്നത്. അതിനുവേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പീഡനങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവസാനം ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്കല്ലേ എത്തി വന്നത്. അപ്പൊ ഈ ബാലുവിന്റെ കാറ് ആക്രമിച്ചമാതിരി തന്നെയാണ് ഇപ്പൊ ഈ പെരിന്തൽമണ്ണയിൽ സംഭവം ഉണ്ടായിരിക്കണം. അവര് മരണപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി അപകടങ്ങളൊക്കെ അതേമാതിരി തന്നെ സംഭവിച്ചു. ഉറപ്പായിട്ടും ഇതിൽ ക്രൈം നടന്നിട്ടുണ്ട് 100%. എന്തുകൊണ്ടാണ് CBI എന്നെ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഞാൻ ബ്രെയിൻ മാപ്പിംഗ് പറഞ്ഞിട്ട് എന്താണ് അവർ സമ്മതിക്കാത്തത്? ഒരാൾ ബ്രെയിൻ മാപ്പ് ചെയ്യുമ്പോൾ ഒത്തിരി ഫോർമാലിറ്റികളൊക്കെ ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് 15 CBI ഓഫീസിൽ നേരിട്ട് ചെന്ന് പറഞ്ഞാണ് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണമെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അവരൊന്നും അതിനൊന്നും കേട്ടില്ല. എന്തുകൊണ്ടാണ് അവരതിന് എന്നെ അനുവദിക്കാത്തത്? ഈ അർജുൻ ഒരു കണ്ണിയായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് താങ്കൾ ഇപ്പോഴും കരുതുന്നത്? 100%. മാത്രമല്ല, താങ്കൾ അന്ന് കണ്ട ഒരാളുണ്ടല്ലോ, റൂബിൻ തോമസ്. അയാൾ സ്വർണ്ണക്കടത്ത് സംഘാംഗമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവിടെ കണ്ടില്ല, അത്തരത്തിലൊരാൾ അവിടെ ഉണ്ടായിരുന്നില്ല, ബംഗളൂരുവിലായിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ വാദം. താങ്കൾ അന്ന് കണ്ടത് റൂബിനെ തന്നെയാണ്. അതിലൊരു തിരുത്തുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നടക്കുമ്പോൾ DRI എറണാകുളത്ത് ഓഫീസിൽ എന്നെ വിളിച്ച് മൊഴി എടുത്തായിരുന്നു. അപ്പൊ അവർ എന്നെ വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ബാലഭാസ്കർ കേസുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യത്തിന് അല്ലാത്ത സോബി വിളിക്കണേ, ഞങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് അന്വേഷിക്കുന്ന ഒരു ആവശ്യത്തിനാണ് വിളിക്കണേന്ന് പറഞ്ഞു. അവര് കുറെ ഫോട്ടോസ് കാണിച്ചു തന്നാൽ ഞാൻ ഒരാളെ തിരിച്ചറിഞ്ഞിരുന്നു. അല്ല, പേര് എനിക്ക് തീർച്ചയായിട്ടും അറിയുമ്പോൾ ആ ആള് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് DRI കണ്ടെത്തിയിട്ടുണ്ട്. CBI കണ്ടെത്തിയില്ല, പക്ഷെ DRI കണ്ടെത്തിയിട്ടുണ്ട്. അതെങ്ങനെ രണ്ട് കേന്ദ്ര ഏജൻസി ആയിരിക്കുമ്പോൾ രണ്ട് റിപ്പോർട്ട് തന്നെ എങ്ങനെയാ ഒരാളെ കുറിച്ച് വ്യക്തത വരുത്തിയാൽ, അതായത് ഒരു സ്വർണ്ണക്കടത്ത് സംഘാംഗം അയാൾ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന DRIയുടെ കണ്ടെത്തലുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളൊന്നും CBI അന്വേഷിച്ചില്ല എന്നതാണോ? അല്ല, ആ DRIയുടെ കണ്ടെത്തൽ തന്നെയല്ല, അതിന്റെ കോപ്പി CBIക്കാർ ഞാൻ ഓഫീസ് ചെല്ലുമ്പോൾ കാണിച്ചു തന്നു. ഇത് സോബിയാണ് ഈ ഫോട്ടോയുടെ സൈൻ ചെയ്ത് തമ്പ് വെച്ചേക്കണെന്ന് ചോദിച്ചു. ഞാൻ അതിന്ന് പറഞ്ഞു ആ റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ DRI അവിടെ ഉണ്ടെന്ന് പറഞ്ഞ സാധനം CBI ഇല്ലാന്ന് സമ്മതിക്കുന്നത്. കാരണം CBIക്ക് ഈ കേസ് തെളിയിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. അതിൽ തന്നെ നിങ്ങൾ ഓർത്ത് നോക്കിക്ക്, ഇത് CBIയുടെ SP നേരിട്ട് ഇടപെട്ടിട്ട് ആദ്യം ഏൽപ്പിച്ചത് DYSPനെയാണ് ആദ്യം ഏൽപ്പിച്ചത്. അത് DYSP അത് തെളിവില്ലാന്ന് പറഞ്ഞുകൊണ്ട് തള്ളി. അത് കഴിഞ്ഞിട്ട് പുനരന്വേഷണം വന്നപ്പോ കോടതി പറഞ്ഞ്, പുനരന്വേഷണം വന്നപ്പോ ആ DYSP റാങ്കിലുള്ള ഒരാളെങ്കിലും ഏൽപ്പിക്കുന്നത്, അതിന് അവർ CI റാങ്കിലുള്ള ഒരാളെ ഏൽപ്പിച്ച് ഇനിയൊരു അന്വേഷണം വെച്ചാൽ ഇവരെന്നെ കോൺസ്റ്റബിളിനെ വെക്കുമോ? അപ്പൊ തന്നെ ഈ കേസിന് അവര് ആദ്യമേ തന്നെ ഒരു വില കൽപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് മുൻവിധിയോടുകൂടി തന്നെ കണ്ടാന്ന് തന്നെയല്ലേ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുള്ളൂ. അന്ന് കണ്ടവർ സ്വർണ്ണക്കടത്ത് സംഘം തന്നെയാണെന്ന് താങ്കൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അല്ലെ? എത്ര പേരുണ്ടായിരുന്നു അന്ന്? അത്തരം കാര്യങ്ങളൊക്കെ താങ്കൾ വിശദമായി തന്നെ മൊഴി നൽകിയതാണ്. പക്ഷേ ഒരിക്കൽ കൂടി ഈ വിഷയം ചർച്ചയാകുമ്പോൾ അത് നമുക്ക് വീണ്ടും സമൂഹത്തിന് മുന്നിൽ കൂടി എത്തിക്കേണ്ടതുണ്ട്. താങ്കൾ അന്ന് കണ്ട കാര്യങ്ങൾ ഒന്നും കൂടി വിശദമാക്കാമോ? ഞാന് ചാലക്കുടിയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് ഉള്ള യാത്രാമധ്യയാണ് എനിക്ക് ഉറക്കം വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു പമ്പിൽ കിടന്ന് ഉറങ്ങി. എന്നുവെച്ചാൽ എന്റെ വണ്ടി സർവീസ് ആയിരുന്നു. അപ്പൊ ഡ്രൈവറോട് രാവിലെ തിരുവനന്തപുരത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ വണ്ടി കോതമംഗലത്ത് നിന്നുള്ള ബസ് അവിടെ എത്തുമ്പോൾ രാവിലെ 12 മണിയാവും. അങ്ങനെ ഞാൻ പമ്പിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്തോ ചില്ല് പൊട്ടണമാതിരി സൗണ്ട് കേട്ടിട്ട് ഞാൻ എണിച്ചിങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് നോക്കുമ്പോൾ റോഡിൽ ഒരു സ്കോർപ്പിയോയുടെ ഫ്രണ്ടിൽ മദ്യക്കുപ്പി വെച്ചിട്ട് മദ്യം കഴിച്ചിട്ട് അവരാ കുപ്പി ഗ്ലാസ് റോഡിലേക്ക് എറിയുന്ന സൗണ്ടാണ് കേൾക്കണത്. അപ്പൊ അതിനകത്ത് കാണാം ബർമൂഡ ഇട്ട ഒരാള്, കാവ്യം കൊണ്ടുകൊടുത്ത ഒരാള്, ഹാഫ് പാൻറ് ഇട്ട ഒരാള്, അങ്ങനെ ഒരു 4-5 പേര് നിൽക്കുക. അപ്പൊ നമ്മുടെ വിഷയം അത് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാർ വന്നിങ്ങനെ നിൽക്കണ മാതിരി സൗണ്ട് കേട്ടോ. അപ്പൊ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു ഇന്നോവയാണ് വന്ന് നിൽക്കുന്നത്. വൈറ്റ് കളർ അല്ല എന്ന് നമുക്കറിയാം.
അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന ഞാൻ അതിന്റെ ഡ്രൈവർ സൈഡിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. ആ ആള് തടിച്ചിട്ട് കുർത്താണുക്കുള്ള ഒരു വേഷം ഇട്ടാണ് ഒരാളാണ് ഡ്രൈവർ സൈഡിൽ നിന്ന് ഇറങ്ങിയത്. ഡ്രൈവറുടെ ഓപ്പോസിറ്റ് സൈഡ് ഒരാൾ ഇങ്ങനെ തല കുനിച്ചിരിപ്പുണ്ട്. അത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് ബാക്ക് ഡോർ തുറന്നിട്ട് ഒരാൾ ഇങ്ങനെ കിടക്ക് തുറന്നു. അയാളെ വലിച്ച് ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. രണ്ടാൾ ഇവിടെ രണ്ടാൾ അവിടെ പിടിച്ചിട്ട് കമത്തി കെടുത്തിട്ട് ഇങ്ങനെ ഇടിക്കണയാണ് ഞാൻ കാണുന്നത്. കുറെ പ്രാവശ്യം മാറി അവർ ഇടിക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ കൈ പൊക്കുന്നുണ്ട്. സൗണ്ട് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റണില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇതേമാതിരി തന്നെ ആ കാറെ കൊണ്ടുവച്ച് ഡോർ അടിച്ചിട്ട് ഇവർ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൊല്ലം സൈഡിൽ നിന്ന് ഒരു വെള്ള ഇന്നോവയ്ക്ക് വന്നു. അതിനകത്തുനിന്ന് ഇറങ്ങിയ ആൾക്കാരൊക്കെ എനിക്ക് കൃത്യമായിട്ട് എവിടെ കണ്ടാലും എനിക്ക് അറിയാൻ പറ്റുന്ന ആൾക്കാരാണ്, എക്സിക്യൂട്ടീവ് ടൈപ്പുള്ള ആൾക്കാരാണ്. നമുക്കറിയാം ഇതൊക്കെ നമ്മൾ പറയണമെങ്കിൽ അതിനൊരു വേദി വേണം, അല്ലെങ്കിൽ അവരത് വിശ്വസിച്ച് അതിന്റെ പുറകെ പോകണം. അത് കഴിഞ്ഞിട്ട് ഇവര് സംസാരിച്ചു. അവരൊരു 2-3 മിനിറ്റ് കൊല്ലം സൈഡിൽ നിന്ന് വന്ന ഇന്നോവ എന്നുള്ളൊരു സംസാരിച്ചോളൂ. അവരപ്പൊ തന്നെ തിരിച്ച് കൊല്ലം സൈഡിലേക്ക് തന്നെ പോയി. ഇവരിങ്ങനെ സംസാരിച്ച് കൈ കൊടുത്ത് പിരിയാൻ നേരത്തെ ഇതിന്റെ അകത്ത് ബെർമുഡ ഇട്ടുന്ന ആള് ഈ സ്കോർപ്പിയോയുടെ നടുവ് ഡോറ് തുറന്നിട്ട് ഒരു ലിവർ എടുത്തിട്ട് ഈ ഇന്നോവയുടെ പുറകിൽ ഗ്ലാസ്സിലേക്ക് അടിക്കണേ കണ്ട. ആ ഗ്ലാസ് എങ്ങനെ പൊട്ടിയെന്ന് ഇപ്പോഴും CBIക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരിക്കലും അത് എന്നാ പറ്റിയെന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞതിന് അവര് വ്യക്തത വരുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സ്കോർപ്പിയോ കാർ ഇങ്ങനെ റേസ് ചെയ്ത് മുന്നോട്ടേക്ക് എടുത്തു പോയി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ കാറും തിരുവനന്തപുരം സൈഡിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ സൈഡിൽ വാഷ്റൂം ഉണ്ട്, അവിടെ പോയി മുഖം കഴിയിട്ട് ഞാൻ തിരിച്ച് തിരുവനന്തപുരം സൈഡിലേക്ക് പോകും. അപ്പൊ ഒരു 5-6 മിനിറ്റിന്റെ ഗ്യാപ്പ് ഉള്ളൂ. ഈ പോണ വഴിക്കാണ് ഒരു വണ്ടി ഓൺ നെക്കി പിടിച്ചിട്ട് അസാധ്യമായ സ്പീഡിൽ ഈ തിരുവനന്തപുരം സൈഡിൽ നിന്ന് കൊല്ലം സൈഡിലേക്ക് പോകുന്നത്. ചുമപ്പ് കളർ മാത്രം ഇങ്ങനെ പിന്നാലെ പോകേണ്ടത്. ഏകദേശം ഒരു സ്വിഫ്റ്റ് വണ്ടി കണക്കാണ് എനിക്ക് തോന്നിയത്. അത് പോയി കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് റോട്ടിൽ ഇങ്ങനെ ആൾക്കാർ റോട്ടിൽ വട്ടം കയറി നിൽക്കണ കാണുകയാണ്. പടിവാളും സാധനങ്ങളൊക്കെ ഉണ്ട്. ആ നോക്കുമ്പോൾ ഇവിടെ ഈ ബർമുടക്കാരനും ഈ കാവ്യം കൊണ്ടിട്ട ആളും ഒക്കെ ഉണ്ട്. ആ കൂടെയാണ് ഞാൻ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞ ആളെ ഞാൻ അവിടെ കാണുന്നത്. പുള്ളി ഗ്ലാസ് വെച്ച ആളാണ്, പുൽകാനുള്ള ആളാണ്. പുള്ളി ഇങ്ങനെ താടി തടവിക്കൊണ്ട് നിൽക്കുക. അസാധ്യമായ അസഭ്യം പറഞ്ഞ് എന്നെ അവിടുത്തെ ഓടിക്കുകയാണ് ചെയ്യണേ. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ കാറ് കാണുമ്പോൾ കാർന്ന് മനസ്സിലാകണം ബാക്കില് ചില്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കാറാന്ന് ഞാൻ മനസ്സിലാക്കണത്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ വലം സൈഡിൽ ഒരാള് ബൈക്ക് സ്റ്റാർട്ടാക്കി തുഴഞ്ഞു പോകുന്നുണ്ട്. ഇടത് സൈഡിൽ ഒരു പയ്യൻ ഓടിയും പോകുന്നുണ്ട്. എന്തോ ഒരു പൊതി അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ട് അവർ ഓടിയും പോകുന്നുണ്ട്. കയ്യിൽ എന്തോ ഒരു സാധനം ആണ് അങ്ങോട്ട് മാറിയത്. ഇവരെല്ലാവരും ഞാൻ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ഇത് കണ്ടാൽ മനസ്സിലാവണമെങ്കിൽ ഇവര് എന്തെങ്കിലും ഫോട്ടോസ് കാണിച്ചു തരണം. ആകെപ്പാടെ ഈ കേസ് അന്വേഷിക്കാത്ത DRIക്കാർ മാത്രം വിളിച്ചിട്ട് എന്നെ കാണിച്ചു തന്നപ്പോഴാണ് ഒരു ഫോട്ടോ തിരിച്ചറിഞ്ഞത്. ഇത്രയാണ് അന്ന് സത്യത്തിൽ സംഭവിച്ചത്. ഇത് എവിടെ വേണമെങ്കിലും പറയാൻ നമ്മൾ തയ്യാറാണ്, പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഈ CBI അന്വേഷണത്തിൽ ഒരു ബാഹ്യ സമ്മർദ്ദം ഉണ്ടായി. സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരം കാര്യങ്ങൾ, ആരോപണങ്ങളൊന്നും അന്വേഷിക്കാത്തത് എന്നാണ് ഇപ്പോൾ കുടുംബം, ഇപ്പോൾ ബാലുവിന്റെ പിതാവും പറയുന്നത്. 100%. ഞാൻ എന്റെ നാട് കോതമംഗലത്ത് 225 കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരത്ത്. 46 പ്രാവശ്യമാണ് ഈ കേസിന്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ഇവിടുന്ന് പോയത്. അവരെപ്പോ വിളിച്ചാലും ഞാൻ ചെല്ലും. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് ഒരു വളരെ റഫായിട്ട് മുഷ്കുന്ന അർത്ഥത്തിലല്ല, കെയർലെസ് ആയിട്ട് അവർ ചുമ്മാ തമാശ പറഞ്ഞ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് അവസാനം ഞാൻ ചെല്ലുമ്പോൾ അവർ ചോദിച്ചു, സോബി പറഞ്ഞൊക്കെ സത്യമാണെങ്കിൽ ഞങ്ങൾ ആണെന്ന് വെക്കുക, എന്നാൽ പോലും ഞങ്ങൾ എവിടെ നിന്നാണ് ഈ കേസ് ആരംഭിക്കുക നമ്മളോട് ചോദിക്കുന്നത്. നമ്മളൊക്കെ അതിനെന്താ മറുപടി പറയണത്? ഈ അർജുന്റെ ഒരു പങ്ക് എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? താങ്കൾ അന്ന് കണ്ട ആളുകളിൽ ഈ അർജുൻ ആണല്ലോ ആദ്യം പുറത്തിറങ്ങി വന്നതല്ലേ? അല്ല, അർജുനെ ഞാൻ ആ സ്ഥലത്ത് കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും ഞാൻ ആ സ്ഥലത്ത് കണ്ടിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കാറ് ആക്രമിക്കപ്പെടുന്നത് കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തും ഇതേമാതിരിയുള്ള പ്രായത്തിലുള്ള ഒരാളെ കണ്ടില്ല. പക്ഷെ വണ്ടി അപകടപ്പെട്ട് നടന്ന സ്ഥലത്ത് ഈ ഇതേമാതിരിയുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഫേസ് അത്ര നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഈ അവിടെ അവിടെ ഉണ്ടായിരുന്ന പരിസരവാസികൾ പലരും ആ സമയത്ത് മൊഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലുചേട്ടനും അല്ല വണ്ടി ഓടിച്ച്, ഈ അർജുൻ എന്ന് പറഞ്ഞ പയ്യനും അല്ല ഓടിച്ച്, തടിച്ചിട്ട് പൊക്കമുള്ള ഒരാളെ വണ്ടി ഓടിച്ചെന്ന് പലരും പറയുന്നുണ്ട്. അവരാണ് അവരെ വണ്ടിയിൽ നിന്ന് എടുത്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ അർജുന്റെ കാര്യത്തില് ഈ ലക്ഷ്മി പറയുന്ന അർജുനെ ഓടിച്ചെന്ന്, അർജുൻ പറഞ്ഞ ബാലഭാസ്കർ ഓടിച്ചെന്ന്. അതിലിപ്പോഴും ആർക്കും തീരുമാനം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതല്ലേ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമ്മൾ ചോദിച്ചത്. കാരണം വെച്ചാൽ CBIയുടെ കണ്ടെത്തലനുസരിച്ച് 70 കിലോമീറ്റർ സ്പീഡാണ് വണ്ടിക്ക് അവർ എഴുതി വെച്ചേക്കുന്നത്. 70 കിലോമീറ്റർ സ്പീഡുള്ള വണ്ടി മരത്തിൽ പോയി ഇടിച്ചു. ഈ അർജുനൻ ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു ഇവർ പറയുന്നുണ്ട്. ബെൽറ്റ് ഇടാണ്ട് ഫ്രണ്ടിൽ ഇരുന്ന് അർജുനൻ നിസ്സാര പരിക്കുകളോട് രക്ഷപ്പെട്ടു. പുറകെ കിടന്നുറങ്ങിയ ബാലഭാസ്കർ 21 മുറിവുകളോടുകൂടി ഓടികളോടുകൂടി മരണപ്പെട്ടു. ഇതിന് വ്യക്തമായ മറുപടി വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവരെന്താ ഇതൊക്കെ അന്വേഷിക്കാത്ത? കോടതി നന്നായിട്ടാണ് ആ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടേക്കണത്. ഇതിനൊന്നും ഇവർക്ക് തെളിവില്ല പറയാനായിട്ട്. ബാലഭാസ്കറിനെ അപായപ്പെടുത്തിയതാണെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? 100%. അതിന്റെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അയാളെ മൃതപ്രായനാക്കിയിട്ടുണ്ട്. 100% മൃതപ്രായനാക്കുന്നുണ്ട്. ഞാൻ എന്റെ ടവർ ലൊക്കേഷനൊക്കെ അവരുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. അവര് ഇതിപ്പോ ഈ മാധ്യമങ്ങളോട് ഇങ്ങനെ പറയും, അവര്
ഞാൻ അവിടെ ഉണ്ടായിരുന്നു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിരുന്നു. ഒരിക്കലും അല്ല. അതിന്റെ ഇപ്പോഴും എന്റെ അഡ്വക്കേറ്റ് രാമകൃഷ്ണ സാറിന്റെ അടുത്ത് ചോദിച്ചാൽ കാണും എന്റെ ടവർ ലൊക്കേഷന്റെ ഡീറ്റെയിൽ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അത് കാണുന്നത് വേറൊരാൾ കണ്ടില്ല എന്നൊക്കെ CBIക്കാരും. ഞാനൊന്ന് ഇതിപ്പോ അനന്തരഷൻ എന്ന് പറഞ്ഞ സാറ് ആദ്യം അന്വേഷിക്കണം സാറ്. ഞാൻ പറഞ്ഞു സാറ് ഞാൻ അവിടെ കിടന്നതിന് എല്ലാ തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ട്, പിന്നെ നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞത് വിശ്വസിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ സോവി കാണുന്നത് വേറൊരാൾ കണ്ടില്ല എന്ന്. എന്താ മറുപടി പറഞ്ഞാൽ അതാ ഞാൻ പറയാം, എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യട്ടെന്നേ. എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്താൽ മാത്രം പോരാ, അത് ലൈവും വരണം. അല്ലെങ്കിൽ ഇവരിത് ഞാൻ അബോധാവസ്ഥ കിടക്കണത് എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ബോധം വരുള്ളൂ എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ കൃത്രിമം നടക്കുന്ന അറിയില്ല. ഇത് ലൈവ് പോക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എന്താ രഹസ്യം എനിക്കുള്ളത് ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ അറിഞ്ഞാലും എനിക്ക് വിഷയമില്ലാത്ത ഒരാളാണ്. ഈ തുടർ നിയമ നടപടികളുമായി പോകുമെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. തീർച്ചയായും താങ്കൾ സഹകരിക്കുമല്ലോ അന്വേഷണത്തോടെ? വീണ്ടും 100% ഞാൻ ഒരു കാരണവശാലും ഇപ്പൊ 6 വർഷമായി ഇതിന്റെ പുറകെ നിൽക്കുന്നത്. ഒരു കാരണവശാലും എന്റേതായ ഒരു കുഴപ്പം കൊണ്ട് ഈ കേസ് തെളിയാതെ പോവില്ല. ഞാൻ ഇപ്പോഴും പറയണം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവെന്ന് തെളിയും, ഉറപ്പായിട്ടും തെളിയും. വളരെയധികം നന്ദി ശ്രീ കലാഭവൻ സോബി. അദ്ദേഹം ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. മൃതപ്രായനാക്കിയ ശേഷം ബാലഭാസ്കറിനെ അപായപ്പെടുത്തുകയായിരുന്നു എന്ന് തന്നെയാണ് കലാഭവൻ സോബി ഇപ്പോഴും പറയുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ സഹകരിക്കും, ബ്രെയിൻ മാപ്പിങ്ങിന് പോലും തയ്യാറാണ് എന്നുകൂടിയാണ് സോബി പറയുന്നത്.